ഈ തിണ്ണി ഒന്ന് അടിച്ചിട്ടൂടെ നിനക്ക്? എനിക്ക് 5 രൂപ തന്നാല് ഞാൻ അടിച്ചു വാരി തരാം. വേറെ എന്തെങ്കിലും വേണോ? സ്വന്തം വീട്ടിലെ പണിയെടുക്കാൻ എന്തിനടി പൈസ? 5 രൂപ തരുവാണ് ഞാൻ അടിച്ചു വാരി തരാം. പൈസ മൊട്ടായി വാങ്ങി തന്നെ അവൻ്റെ പെണ്ണ് എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് എന്തിനാടി പൈസ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട്. അമ്മേ ചെവിന്ന് വീട്, അമ്മേ ചെവിന്ന് വീട്. എടി നീ എന്തിനാടി ആ കൊച്ചിനാണെങ്കിൽ ഇവിടുന്ന് റോസപ്പൂ പറിച്ചു കൊടുത്തിട്ട് അവളുടെ കയ്യിൽ നിന്ന് 10 രൂപ മേടിച്ചത്? എന്തിനാടി 10 രൂപ മേടിച്ചത്? നാട്ടുകാർ മുഴുവൻ പറയുന്നത് നീ ഇപ്പൊ പൂക്കച്ചവടം കൂടി തുടങ്ങിയത്. എന്തിനാടി നിനക്ക് ഈ പൈസ മുഴുവൻ? അതിനെന്നാ അമ്മേ കുഴപ്പം? ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ 10 രൂപ കൊടുക്കണം ഒരു പൂവിന്. ഞാൻ 1 രൂപയല്ലേ വാങ്ങിയുള്ളൂ. അതിനെന്നാ കുഴപ്പം? നിനക്ക് എന്തിനാടി പൈസ? നിനക്ക് എന്തിനാടി? എനിക്ക് പോസ്റ്റ് ഓഫീസിലെ സഞ്ചയയിൽ ഇടാനാ. ടീച്ചർ പറഞ്ഞല്ലോ നല്ല പിള്ളേരെ പൈസ സൂക്ഷിച്ചു വെക്കുന്നതെന്ന്. എനിക്ക് പൈസ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാ. പൈസ സൂക്ഷിച്ചിട്ട് എന്തിനാടി? നാളെ നിന്നെ കെട്ടിച്ചു വിടാൻ പോകുന്നുണ്ടോ? അമ്മേ എനിക്കൊരു പൈസ തരികയല്ല. എൻ്റെ സ്കോളർഷിപ്പിനെ പറ്റ പൈസ അമ്മ എടുത്തോണ്ട് പോയി. മാമൻ തന്ന പൈസ അമ്മ എടുത്തോണ്ട് പോയി. എല്ലാ പൈസ അമ്മ ചേട്ടനെ കൊടുക്കുള്ളൂ. ചേട്ടനെ അമ്മയെ കട വിടുള്ളൂ. എനിക്ക് പൈസയും തരികയല്ല. എന്നെ കടയിലും വിടുകയല്ല. എനിക്ക് അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല. അതുകൊണ്ട് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. എടി 17 വയസ്സുള്ള ചെറുക്കനെയാണോ കടയിൽ പറഞ്ഞു വിടേണ്ടത്? അതോ 10 വയസ്സുള്ള നിന്നെയാണോ പറഞ്ഞു വിടേണ്ടത്? നിനക്ക് സ്കോളർഷിപ്പ് കിട്ടിയ പൈസക്ക് നിനക്ക് ഉടുപ്പ് മേടിച്ചു തന്നില്ലേടി? അമ്മ എപ്പോഴും ചേട്ടനല്ല. അമ്മയാണെങ്കിൽ പേഴ്സും കൊടുക്കും പൈസയും കൊടുക്കും. ചേട്ടനെ അമ്മ കടയിലും പറഞ്ഞു വിടും. എന്നെ കടയിൽ പോലും വിടുകയല്ല. എന്നെ വീടും അമ്മ എൻ്റെ ചെവിന്ന് വീടും. എനിക്ക് ഉടുപ്പൊന്നും വേണ്ട. എനിക്ക് എൻ്റെ പൈസ സഞ്ചയയിലിട്ടാൽ മതി. എനിക്ക് മുട്ടയും പഞ്ചസാരയൊക്കെ വാങ്ങാൻ പോകാൻ അറിയാം. ഞാൻ അമ്മ വീട്ടിൽ പോയപ്പോൾ മുത്തശ്ശിക്ക് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എനിക്കിതൊക്കെ ചെയ്യാൻ അറിയാം. എനിക്ക് പൈസ തന്നാൽ മതി. പെണ്ണിൻ്റെ ഒരു വേള് നാട്ടുകാർ മുഴുവൻ കേൾക്കൂടി. നിർത്തടി വാങ്ങിക്കോ. നിർത്തടിയടാ. വല്ലാതെ അങ്ങ് തല്ലല്ലേ. അത് ഒത്തിരി ഒതുങ്ങിപ്പോവും. നമുക്കൊരു ചിന്തയുണ്ട്, ഈ മണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവിളാണ്. ശരിക്കും അങ്ങനെയാണോ? ഒരിക്കലും അങ്ങനെയല്ല. കുഞ്ഞുങ്ങൾ ഫണ്ട് കൈകാര്യം ചെയ്യാൻ താല്പര്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവർക്ക് ശരിക്കുമുള്ള വഴി കാണിച്ചു കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ തല്ലി ഒതുക്കാൻ നിൽക്കരുത്. നിങ്ങൾക്കറിയോ, ശരിക്കും MBAയുടെ ക്ലാസ് റൂമുകളല്ല നല്ലൊരു ബിസിനസ്സുകാരനെ ഉണ്ടാക്കുന്നത്. അതിന് പകരം അത് ജീവിതമാണ്. നിങ്ങൾ വാറൻ ബഫറ്റിനെ പറ്റി കേട്ടിട്ടില്ലേ? $160 ബില്യൺ അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത്. അദ്ദേഹം ബിസിനസ് ഒന്നും ചെയ്തിട്ടില്ല. അനുപകരം മറ്റുള്ളവരുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ചെറിയ പ്രായം തൊട്ട്, അതായത് 11ാമത്തെ വയസ്സ് തൊട്ട് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടു വളർന്ന് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്ത ആളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പോലെ ചെറിയ ന്യൂസ് പേപ്പർ കച്ചവടം, പിന്നെ കുറച്ച് മുട്ടായിയുടെ കച്ചവടമൊക്കെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം ചെയ്തിരുന്നു. ആ കിട്ടിയ ഫണ്ടൊക്കെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്തത്. അതിന് അദ്ദേഹത്തിൻ്റെ ഫാദർ ഹെൽപ്പ് ചെയ്തിട്ട് വളരട്ടെ. ഇങ്ങനെയുള്ള കുട്ടികളാണ് നാളെ വലിയ ബിസിനസ്സുകാരൊക്കെയായി മാറുന്നത്.